നമസ്കാരം കൂട്ടുകാരെ. നമസ്കാരം. ശാലീന ടീച്ചറിന്റെ നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക്, ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കൊല്ലത്ത് ചാത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് സഞ്ജയ് എന്ന് പറയുന്ന ഒരു മോൻ, അപ്പം ആള് നിങ്ങളോട് പറഞ്ഞ കുറച്ച് പഴയ ഒരു പാട്ടാണ് കേട്ടോ, നല്ല ഫേമസ് ആയിട്ടുള്ള നല്ലൊരു പാട്ടാണ്. അതൊന്ന് വീഡിയോ ചെയ്യണം. ഇപ്പൊ പ്രത്യേകം പറഞ്ഞിട്ട് 1/2 മണിക്കൂറിനകത്ത് കൊറിയോഗ്രാഫി ചെയ്യണം എന്നിങ്ങനെ പ്രത്യേകം പറഞ്ഞു. അത്രയും എടുത്തില്ലല്ലോ, അത്രയൊന്നും എടുത്തില്ല. ഒരു 20 മിനിറ്റ് സമയത്തിനകത്തെ എല്ലാം കൂടിയായിട്ട് എടുത്തിട്ടുള്ളൂ. ഏതാ? മാരിക്കുളിരിൻ നീലത്തുളസി കതിരുകളുലയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. നമ്മുടെ നിത്യതി മക്കളെ എല്ലാരും പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോഴാണ് ചോദിക്കുന്നത്, ചെയ്യാൻ പോവുകയാണ്. അവസാനം സഞ്ജയ് മോൻ ഞെട്ടും കേട്ടോ, ഇതായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. റെഡി? ഓക്കെ മക്കളെ, ആരുടെയില്ല പാട്ട്? ഇപ്പൊ ടെൻഷൻ വന്നോ? വീണ്ടും പാട്ട് ഇടുന്നതിന് മുന്നേ ആയിട്ടല്ലേ അതിങ്ങനെ സ്റ്റാർട്ട്. റെഡി? 1 2 3 start. കുളിരിൽ നീലത്തുളസി കതിരുകളുലയുമ്പോ, മലവള്ളിക്കുടിലിൽ നീലക്കുയിലിൻ നറുമൊഴിയുതിരുമ്പോ, അമ്പലമുറ്റത്താലു വിളക്കുകൾ മിന്നിമുനിഞ്ഞപ്പോ, പൂക്കണിയാടുമൊരാവണിമേറ്റിൽ പൂപ്പടയുണരുകയാൽ, കരിവള ഇളകിയ പൈമ്പുഴ പോലും മധുമോഹിനിയായി. മാരിക്കുളിരിൽ നീലത്തുളസി കതിരുകളുലയുമ്പോ, മലർവള്ളിക്കുടിലിൽ നീലക്കുയിലിൻ നറുമൊഴിയുതിരുമ്പോ, ചോലക്കിളിയേ നീലാഞ്ജനമുണ്ടോ പനിനീർമുകിലേ, കോലക്കുഴലുണ്ടോ ചോലക്കിളിയേ നീലാഞ്ജനമുണ്ടോ പനിനീർമുകിലേ, പൊന്നലരി പെണ്ണാളേ സിന്ദൂരക്കുറിയുണ്ടോ, പൊന്നലരി പെണ്ണാളേ സിന്ദൂരക്കുറിയുണ്ടോ, അതിരണി മലയുടെ ഇപ്പുറം ഇന്നൊരു മോഹസംക്രമം, അതിരണി മലയുടെ ഇപ്പുറം ഇന്നൊരു മോഹസംക്രമം, കളിച്ചിരി വട്ടമൊരുക്കുകയായി പൂങ്കുലരി, മണിമുട്ടുകൊരുക്കുകയായി സ്വരജതികൾ, മാരിക്കുളിരിൽ നീലത്തുളസി കതിരുകളുലയുമ്പോ, മലർവള്ളിക്കുടിലിൽ നീലക്കുയിലിൻ നറുമൊഴിയുതിരുമ്പോ,
നാടോടിക്കാറ്റിൻ കേളിക്കൈയിൽ തിരുദേവിക്കുന്നിന്നേ പൊന്മയിലാട്ടം. നാടോടിക്കാറ്റിൻ കേളിക്കൈയിൽ തിരുദേവിക്കുന്നിന്മേൽ പൊന്മയിലാട്ടം. ചിറ്റാടത്തുമ്പത്തും ചിറ്റോലത്തുഞ്ചത്തും ചിറ്റാടത്തുമ്പത്തും ചിറ്റോലത്തുഞ്ചത്തും മെല്ലെപ്പൊഴിയുമൊരിത്തിരി മഞ്ഞിൻ വർണ്ണരാജിയിൽ, മെല്ലെപ്പൊഴിയുമൊരിത്തിരി മഞ്ഞിൻ വർണ്ണരാജിയിൽ പുഞ്ചിരി വെട്ടമൊരുക്കുകയായി പുതുപുലരി. കളിവട്ടമൊരുക്കുകയായി മടുമലരി. മാരിക്കുളിരിൽ നീലത്തുളസിക്കതിരുകൾ ഉലയുമ്പോൾ മലർവള്ളിക്കുടിലിൽ നീലക്കുയിലിൻ നറുമൊഴിയുതിരുമ്പോൾ അമ്പലമുറ്റത്താലു വിളക്കുകൾ മിന്നി മുനിഞ്ഞപ്പോൾ പൂക്കണിയാടുമൊരാവണിമേറ്റിൽ പൂപ്പടയുണരുകയായി തരിവള ഇളകിയ പൈമ്പുഴ പോലും മധുമോഹിനിയായി. മാരിക്കുളിരിൽ നീലത്തുളസിക്കതിരുകൾ ഉലയുമ്പോൾ മലർവള്ളിക്കുടിലിൽ നീലക്കുയിലിൻ നറുമൊഴിയുതിരുമ്പോൾ. ഓക്കെ മക്കളെ, നല്ലായിരുന്നു കേട്ടോ മക്കളെ. 20 മിനിറ്റ് സമയം ബേസ് ചെയ്ത് നിങ്ങൾ ഇത്രയും മനോഹരമായിട്ട് അത്ര നന്നായിട്ടാ കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പോ സഞ്ജയ് മോന് സന്തോഷമായോ എന്ന് ചോദിക്കാം, കമന്റിൽ എന്തായാലും അറിയിക്കട്ടെ അല്ലേ. അപ്പോ ഇത് കൗരവർ. അയ്യോ സോറി മക്കളെ, എന്റെ ഇവിടെ ഒരു വൈകുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ എന്താ പറയാ പറഞ്ഞ കൗരവർ എന്ന് പറയുന്ന ഫിലിമിലെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് അല്ലെ. അപ്പൊ അതിഭാരത നടനവും സെമി ക്ലാസിക്കലും ഒക്കെ മിക്സ് ചെയ്തായിട്ട് ചെയ്തു. സെമി ക്ലാസിക്കൽ നമ്മുടെ ലളിതം അത് തന്നെ. ഓക്കെ, അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? ഓ ശരി, ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു സിദ്ധിമോളെ? കൊള്ളായിരുന്നു. എല്ലാരും ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ ചെയ്തപ്പോ ഒരിച്ചിരി അറച്ചു. ഇതിന്റെ ഇടയ്ക്കൊന്ന് നമ്മുടെ ജന വാസുകി ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ എങ്ങാണ്ട് എടുത്തപ്പോ ഒരു ചെറിയ ഏതോന്ന് കട്ട് ചെയ്ത് ജന കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് എന്റെ ഗ്യാസ് പോയി. പിന്നെ ആദ്യത്തെ ഒരു പോർഷനിൽ ചെറുതായിട്ട് അറച്ച്, രണ്ടാമത്തെ പോർഷൻ കുഴപ്പമില്ല. ഓക്കെ, എന്നാലും ആ പേടി ഉണ്ടായിരുന്നു. ഓക്കെ, കൊള്ളാം. പേടി ഉണ്ടായിരുന്നപ്പോ കൊള്ളാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി? നല്ലായിരുന്നു. ഞാൻ ഒന്ന് തെറ്റിച്ചായിരുന്നു ഒരു സ്ഥലത്ത് മാത്രം. എനിക്കിത്തിരി ഇത്തിരി വയ്യാത്തതിന്റെ ഒരു ചെറിയൊരു ഇന്നലെ ഉളുക്കി അതുണ്ട്, അതേ ഉള്ളൂ. പക്ഷെ ഇന്ന് എല്ലാരും നല്ലതായിട്ട് ചെയ്തു. എല്ലാരെയും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലായിരുന്നു. ഓക്കെ, അത് ഇത്രയും കുറഞ്ഞ ടൈമിങ് ആയോണ്ടാണ്. എപ്പോ ഒരു നൃത്തം കഴിഞ്ഞാലും ഒരാളുടെ ഒരു ചെവിയിൽ കമ്മല് കാണിക്കും. കുഞ്ഞിലേ തൊട്ട് നമ്മുടെ ശീലമാണ്. സ്റ്റേജിൽ പിന്നെ ഇങ്ങനെ പറന്നു പോകും. കമ്മല് പോയി അപ്പൊ ഞാൻ കളിക്കുന്ന കൊള്ളാം. ഏറ്റവും കൂടുതൽ ഒരാളുടെ, അതായത് വട പോകുന്നതാണ് അനാമിക മോളുടെ വട വര പിടിച്ചു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? അത് ചേച്ചി, ഈ കുറഞ്ഞ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഇങ്ങനെ അരമണ്ഡലം കൈ പിന്നാത്ത സമയത്ത് ഇച്ചിരി ബ്രെയിൻ വർക്ക് ചെയ്യണമായിരുന്നു. അത് കിട്ടിയപ്പോ ഞാൻ ഫുൾ കോൺഫിഡന്റ് കേറി തെറ്റിച്ചു. വേറെന്തോ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഒരു ഉപയോഗം. അപ്പൊ ആ സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തന്നെ. അതായത് ഞാൻ ഇങ്ങനെ നിക്കുക, ഇവിടുന്ന് 1 2 3 4 1 2 3 4 ഇത്രേ ഉള്ളൂ. ഇതിപ്പോ സിമ്പിൾ ആയി. പക്ഷെ ഇത് ഞാൻ ഇടാനായിട്ട്, അതായത് ഞാൻ ആലോചിച്ച് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഇങ്ങനെ വരണം. കളിച്ച് കളിച്ചപ്പോ ഇത് സിമ്പിൾ ആയി. സ്പീഡിൽ വന്നപ്പോ അരമണ്ഡലം സമം ആ കൈയും എല്ലാം ശ്രദ്ധിക്കുമ്പോ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ഏറ്റവും സമയത്ത് തീർത്ത് ഞാൻ ഈ സ്റ്റെപ്പിനാ, ബാക്കിയൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച സമയപ്പോ അത് ഞാൻ തെറ്റിച്ചു. സഞ്ജയ് മോനെ ഏറ്റവും ഇഷ്ടമാണ് അനാമിക്ക്. അനാമിക്ക് നാണം വന്നു. ഓക്കെ, പിന്നെ സിദ്ധിദാത്രിയെ വലിയ ഇഷ്ടമാണ്. ശരി, എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ അഭിരാമി? രാവിലെന്ന് ആദ്യം തെറ്റിച്ചില്ല, രണ്ടാമത്തെ പോർഷനിൽ ചെറുതായിട്ട് താളം ചുരുക്കി പറഞ്ഞ 6 പേരും തെറ്റിച്ചു. അപ്പൊ മനോഹരം. ഓക്കെ, നന്നായിട്ടാ ഞാൻ ചെയ്തത്. ഓക്കെ, ശരി മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ തെറ്റിച്ചൊന്നുമില്ല, നിർത്തിയതേ ഉള്ളൂ.
അതാ ഇങ്ങനെ നിന്നോ. ചേച്ചി അതിനുശേഷം ഞാൻ കളിച്ചത് ഫുൾ കോൺഫിഡൻസ്. അത് എങ്ങനെ തെറ്റിന്ന് എനിക്ക് എന്നെ അറിയാൻ വയ്യ. ശരി പോട്ടെ, കുഴപ്പമില്ല. നല്ലതായിട്ടാ ചെയ്ത, പിന്നെ ഒന്നും തെറ്റിയില്ല. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക്. ഓക്കെ, ശരി ശരി. ആ, എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ? കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. അനാമിക കഴിഞ്ഞിട്ട് സെക്കൻഡ് ഞാനാ. അപ്പൊ അനാമിക കയറി ഇങ്ങനെ കളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്, ഇപ്പൊ കയറണ്ടേ. അപ്പൊ ആലോചിച്ചപ്പോ എന്റെ ആദ്യത്തെ സെക്ഷൻ മറന്നുപോയി. ഞാനിങ്ങനെ നിൽക്കണേ, എടി എന്റെ ആദ്യത്തെ സെക്ഷൻ. അപ്പൊ എനിക്ക് മീനാക്ഷിയാ പറഞ്ഞടി, ഇങ്ങനെ എന്തോ നീ കളിക്കുന്ന കണ്ടു. ആ ഓക്കെ താങ്ക് യു. അത് വെച്ചാൽ കയറി പിന്നെ എല്ലാം കളിച്ചു. എന്തായാലും കൊള്ളാം. എനിക്ക് ഓർമ്മ വന്നിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ആയിരുന്നു അതിനുശേഷം. മറ്റുള്ളവരുടെ എല്ലാം നന്നായിട്ട് അറിയാം അല്ലേ? ആ, അതെ, സ്വന്തമാണ് നമ്മളത്. അടുത്ത കയറാൻ വേണ്ടി അവള് ചെയ്യുന്നില്ല, നിന്ന് കളഞ്ഞപ്പോ ഓക്കെ, ഞാൻ ഇങ്ങനെ വന്നപ്പോഴേ അടുത്ത മറന്നു ഇവിടെ വന്നങ്ങ് നിന്ന്, പിന്നെ അറിഞ്ഞൂടെ എന്ത് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോ കൊല്ലത്ത് ചാത്തന്നൂരിൽ നിന്ന് ഈ ഒരു നൃത്തം ആവശ്യപ്പെട്ട സഞ്ജയ് മോന് ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഡാൻസ് ഒക്കെ വീഡിയോസ് വളരെ ചെറിയൊരു എമൗണ്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഡാൻസിനെ കുറിച്ചുള്ള അഭിപ്രായം എല്ലാം അറിയിക്കട്ടെ. 20 മിനിറ്റ് സമയത്തായിട്ട് നമ്മുടെ നിത്യതി പെൺകുട്ടികൾ ചെയ്ത ഈ നൃത്തം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ അറിയിക്കട്ടെ. ഇനി മനോഹരമായ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ. എന്റെ കമ്മലേ ചേച്ചി, ആ, ഈ ബാക്കിലത്തെ ഈ കമ്മല് ഇവിടത്തെ മുടി കഴിഞ്ഞ് കമ്മൽ എവിടെ?